കോവിഡ് കാലത്ത് വിദ്യാഭ്യാസ രംഗം പൂർണ്ണമായും ഓൺലൈനിലേക്ക് മാറിയതോടെ വിദ്യാർത്ഥികളും അധ്യാപകരും സമൂഹത്തിലെ താഴെത്തട്ടിലുള്ളവരുമടക്കം നിരവധി വിഭാഗങ്ങൾ നേരിടേണ്ടി വന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾ പലതവണ ചർച്ചയാവുകയും വാർത്തകളിൽ ഇടം നേടുകയും ചെയ്തതാണ്. പക്ഷേ ഇക്കാലത്ത് ജോലിയും ശമ്പളവും നഷ്ടപ്പെട്ട് ദൈനംദിന ജീവിതം പോലും ദുരിതത്തിലായിപ്പോയ ഒരു വിഭാഗം കൂടിയുണ്ട്: സർക്കാർ എയ്ഡഡ് കോളേജുകളിലെ ഗസ്റ്റ് അധ്യാപകർ. കഴിഞ്ഞ മാർച്ച് മാസം തൊട്ട് എല്ലാ മേഖലയിലുള്ള ആൾക്കാരും സാമ്പത്തികമായിട്ടൊക്കെ ജോലി ഇല്ലാണ്ട് ഒരുപാട് ബുദ്ധിമുട്ടിലാണ്. ഗസ്റ്റ് അധ്യാപകരുടെ സ്ഥിതി അതീവ ഗുരുതരമാണ്. അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് ഇനിയിപ്പം ശമ്പളം ഇല്ലാണ്ട് ക്ലാസ് എടുക്കാൻ വേണ്ടി കഴിയില്ല. കാരണം എല്ലാവർക്കും ഇന്റർനെറ്റ് റീചാർജ് ചെയ്യാനുള്ള പൈസ വരെ നമ്മൾ കയ്യിൽ നിന്ന് എടുത്തിട്ടാണ് ഇതുവരെ കാര്യങ്ങൾ ചെയ്തത്. അതിന് പോലും ഗതിയില്ലാത്ത ആൾക്കാരാണ് കേരളത്തിലെ ഗസ്റ്റ് അധ്യാപകരെന്ന് ഒരു സംശയമില്ലാണ്ട് എനിക്ക് പറയാൻ വേണ്ടി സാധിക്കും. കാരണം ഇതൊക്കെ ഞങ്ങളൊക്കെ ദൈനംദിനമായിട്ട് ജീവിതത്തിൽ അനുഭവിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ കൂടിയാണ്. ഈ അധ്യയന വർഷം പൂർണ്ണമായും ഓൺലൈൻ ക്ലാസുകളിലേക്ക് മാറിയതിന്റെ ഭാഗമായി സർക്കാർ എയ്ഡഡ് കോളേജുകളിൽ ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ജൂണിലും ആഗസ്റ്റിലുമായി സർക്കാർ ഉത്തരവുകൾ ഇറക്കിയിരുന്നു. സ്ഥിരം അധ്യാപകരുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കേണ്ടതില്ലെന്നും ആവശ്യമെങ്കിൽ മറ്റു കോളേജുകളിലെ ഓൺലൈൻ ക്ലാസുകൾ ഉപയോഗിക്കണമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. സ്ഥിരം അധ്യാപകരില്ലാത്ത ഡിപ്പാർട്ട്മെന്റുകളിൽ മാത്രം ഓൺലൈൻ ക്ലാസുകൾ ഏകോപിപ്പിക്കാൻ ആവശ്യമെങ്കിൽ ഒരു ഗസ്റ്റ് അധ്യാപകനെ നിയമിക്കാമെന്നും ഉത്തരവിലുണ്ട്. ഇതോടുകൂടി ആയിരക്കണക്കിന് അധ്യാപകർക്കാണ് തൊഴിൽ നഷ്ടപ്പെട്ടത്. ഉത്തരവിൽ അപ്രായോഗികതയും അതിന്റെ ഭാഗമായി ശമ്പളം പോലുമില്ലാതെ ജോലി ചെയ്യേണ്ടി വരുന്നതടക്കം കടുത്ത ചൂഷണങ്ങളാണ് തങ്ങൾ നേരിടേണ്ടി വരുന്നതെന്ന് ചൂണ്ടിക്കാട്ടി ഗസ്റ്റ് അധ്യാപകർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. 10, 50, 100 പേര് മാത്രമാണ് ഔദ്യോഗികമായി ക്ലാസുകൾ എടുക്കുന്നത്. പക്ഷേ ബാക്കി വരുന്ന നല്ലൊരു ശതമാനം ആളുകളും അനൌദ്യോഗികമായി ഓൺലൈൻ ക്ലാസുകൾ എടുക്കുന്നുണ്ട്. ചില ഗവൺമെന്റ് കോളേജുകളിൽ പോലും അനൌദ്യോഗികമായി അവർ ക്ലാസ് എടുക്കുന്നുണ്ട്. കുട്ടികളോടുള്ള ആത്മാർത്ഥതയുണ്ട്. പല ഇന്റർവ്യൂകളും പല എയ്ഡഡ് കോളേജുകളിലും ഇന്റർവ്യൂ പൂർത്തീകരിച്ചിട്ട് അതിന്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടില്ല. റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാത്തതിന്റെ കാരണം ഇപ്പോൾ ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ ഇറക്കിയ ഉത്തരവ് എയ്ഡഡ് കോളേജിനും ഒരുപക്ഷെ ബാധകമാകും എന്നതുകൊണ്ട് അങ്ങനെ ഒരു തോന്നലുള്ളതുകൊണ്ടാണ് പലരും ഈ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരുന്നത്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ചില സ്ഥലങ്ങളിൽ ഗസ്റ്റ് അധ്യാപകരായിട്ട് റാങ്ക് ലിസ്റ്റിൽ മുമ്പിൽ വരാൻ സാധ്യതയുള്ള ആൾക്കാരോട് പ്രിൻസിപ്പൽമാരെ വാക്കാൽ നിർദ്ദേശം നൽകി ഓൺലൈൻ ക്ലാസ് എടുക്കണം, നിങ്ങൾക്ക് ശമ്പളം ഉണ്ടാവില്ല പക്ഷെ നിങ്ങൾ ഓൺലൈൻ ക്ലാസ് എടുക്കണം. ശമ്പളം ഇല്ലാണ്ട് ഓൺലൈൻ ക്ലാസ് എടുക്കാൻ വിസമ്മതിച്ച പല ഗസ്റ്റ് അധ്യാപകരോടും നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങളുടെ താഴ്ന്ന റാങ്കിൽ വരാൻ സാധ്യതയുള്ള ആൾക്കാരെ കൊണ്ട് ഓൺലൈൻ ക്ലാസ് എടുപ്പിക്കും എന്നാണ്. അതിൽ പറയാതെ പറഞ്ഞു വെച്ച ചില കാര്യങ്ങൾ 6 കൊല്ലമോ അല്ലെ 5 കൊല്ലമോ ഒക്കെ ആയിട്ട് എല്ലാ യോഗ്യതയോടും കൂടി ഗസ്റ്റ് അധ്യാപകരായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ് ശമ്പളമില്ലാണ്ട് വർക്ക് ചെയ്യണം എന്നുള്ള നിർദ്ദേശം ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ അത് സ്വീകരിക്കാൻ തയ്യാറാവാത്ത ഒറ്റ കാരണത്താൽ ഇപ്പോൾ ഗസ്റ്റ് അധ്യാപക റാങ്ക് ലിസ്റ്റിൽ പുറകോട്ട് പോകേണ്ട സിറ്റുവേഷൻ വരുന്നത്. ഇത് ശരിക്കും ഒരു വഞ്ചനയാണ്. 5th സെമ്മിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം 5 വ്യത്യസ്ത പേപ്പറുകൾ മെയിൻ പേപ്പർ മാത്രം പഠിക്കാനുള്ളപ്പോ ഒരു കോംപ്ലിമെന്ററി പേപ്പർ അടക്കം പഠിക്കാനുള്ളപ്പോ ആ പേപ്പറുകൾ എല്ലാം തന്നെ ഒരു അധ്യാപകൻ കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ സമീപ പ്രദേശത്തെ കോളേജുകളിലെ ക്ലാസുകൾ കുട്ടികൾക്ക് ലഭ്യമാകും വിധത്തിൽ അറേഞ്ച് ചെയ്യുക എന്നുള്ളൊരു നിർദ്ദേശമാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. പല കോളേജുകളിലും പല കോമ്പിനേഷനാണ് കുട്ടികൾ എടുത്തിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ പല പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ളൊരു സമീപനം അശാസ്ത്രീയമാണ് എന്ന് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കേണ്ടി വരുന്നുണ്ട്. ഞങ്ങള് അതിഥി അധ്യാപകർ എന്ന് പറഞ്ഞാല് കൂടുതലും എന്താണ് PhD, MPhil, നെറ്റ് ഇതൊക്കെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് അധ്യാപകരാണ് ഉള്ളത്. അപ്പൊ എല്ലാവരും ഈ അധ്യാപനം മാത്രം ആണ് നമ്മുടെ ഒരു ജോലിയായിട്ട് കണക്കാക്കിയിട്ടുള്ളവരാണ് കൂടുതൽ ആൾക്കാരും. ഇതിൽ മിക്ക ആൾക്കാരും എന്താണ് ഒരു കുടുംബത്തിലെ നാഥൻ അല്ലെങ്കിൽ നാഥ എന്നുള്ള രീതിയിലുണ്ട്. പലർക്കും എന്താണ് അവരുടെ പാരന്റ്സിന് മരുന്ന് വാങ്ങിക്കേണ്ട ആൾക്കാരൊക്കെ ഉണ്ട്. അതിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ടീച്ചേഴ്സ് ഞങ്ങളുടെ ഇടയിലുണ്ട്. ഡേ ടു ഡേ ലൈഫ് എന്ന് പറഞ്ഞാൽ ചിലപ്പം എന്താണ് ഒരു ദിവസത്തെ കഴിയാൻ പോലും കഴിയാത്ത വിധത്തിൽ ബുദ്ധിമുട്ടുന്ന ടീച്ചർമാരാണ് ഞങ്ങൾക്കിടയിലുള്ളത്. വേറെ ജോലി ഇനി ഞങ്ങൾ അന്വേഷിക്കാന്ന് വെച്ചാൽ തന്നെ ഞങ്ങൾക്ക് കിട്ടില്ല. കാരണം ഒരുപാട് ആൾക്കാർ ഇപ്പൊ ജോലി നഷ്ടപ്പെട്ടിട്ടുള്ളത്. വർഷങ്ങളായി ഗസ്റ്റ് അധ്യാപകരായി തുടരുന്നവർ, ഇന്റർവ്യൂവിന് ശേഷം നിയമനം ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നവർ തുടങ്ങിയ ആയിരക്കണക്കിന് അധ്യാപകർ വിഷയത്തിൽ സർക്കാർ ഇടപെടലിനായി കാത്തിരിക്കുകയാണ്. വസ്തുതാപരമായ മാധ്യമ പ്രവർത്തനത്തിലാണ് ഡൂൾ ന്യൂസ് വിശ്വസിക്കുന്നത്. ഈ ഉദ്യമം ഇതുപോലെ തുടരാൻ കൂടുതൽ മികവുറ്റതാക്കാൻ ഞങ്ങൾ നിങ്ങളുടെ പിന്തുണ ആവശ്യപ്പെടുകയാണ്. ഡൂൾ ന്യൂസ് വെബ്സൈറ്റിലുള്ള സപ്പോർട്ട് ഡൂൾ ന്യൂസ് ബട്ടണിലൂടെ 5 വ്യത്യസ്ത സ്കീം വഴി നിങ്ങൾക്ക് ഞങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ സാധിക്കും. നിങ്ങൾ നൽകുന്ന ചെറുതും വലുതുമായ തുകകൾ ഡൂൾ ന്യൂസിന്റെ ഭാവിയെ മാത്രമല്ല, ഈ ജനാധിപത്യ സമൂഹത്തിന്റെ മുന്നോട്ടു പോക്കിനെ കൂടി ശക്തിപ്പെടുത്തുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.
നമസ്കാരം.